ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. ഇപ്പൊ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ട് ആണ്. ഇന്നലെ പാർട്ട് 1 ചെയ്തായിരുന്നു, ഇത് പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പൊ UPSCയുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ഒരു സോഴ്സ് ആണ്. UPSC ഇത് ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇന്നലെ 79 തൊട്ട് 84 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു ചെയ്തത്. ഇന്ന് 1985 തൊട്ട് 89 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ചെയ്യുന്നത്. ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പല ക്വസ്റ്റ്യൻസും PSC ഇപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, The first civil disobedience movement was started by Gandhiji after. ഏതിനു ശേഷമാണ് ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് നിയമലംഘന പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ്, റൗലറ്റ് ആക്ട് ഓഫ് 1990. ഓക്കെ, അടുത്തത് മാച്ച് ദ ഫോളോയിങ്. ഇതെല്ലാം നമ്മളിപ്പോൾ കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആരാണ്? നമുക്കറിയാം, ഗാന്ധിജിയാണ് അല്ലെ, ഗാന്ധിജിയാണ്. A3 ആണ്. ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ആരാണ്? നമുക്കറിയാം, ബാലഗംഗാധര തിലകാണ്. BG തിലക്, ബാലഗംഗാധര തിലക്. മോഡറേറ്റ് ലീഡർ ആരാണ്? GK ഗോഖലെ, ഗോപാലകൃഷ്ണ ഗോഖലെ. C4 ബ്രഹ്മസമാജ്, രാജാറാം മോഹൻ റോയ്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ്. A3, B1, C4, D2. Which of the following pairs is correct? മഹാത്മാഗാന്ധി, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആണോ? സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി ആണോ? അല്ല, ബാലഗംഗാധര തിലകാണോ? അല്ലെ. ജവഹർലാൽ നെഹ്റു, ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് ആർ മൈ ഗോഡ്. സർദാർ പട്ടേൽ, ദില്ലി ചലോ. സുഭാഷ് ചന്ദ്രബോസ്, ഗീവ് മീ ബ്ലഡ് ഐ വിൽ ഗീവ് യു ഫ്രീഡം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ്. കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി ആണ്. ഇതൊക്കെ PSC ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. The Soviet Socialist Revolution on October is celebrated every year on November 7. അതായത് നമുക്കറിയാം, USSR റഷ്യയിലെ ഒക്ടോബർ റവല്യൂഷൻ അത് നവംബർ 7-നാണ് എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താണ്? ഓപ്ഷൻ സി ആണ്. The provisional government formed after the collapse of Tsarist government was overthrown on this day in 1970. അതായത് എങ്ങനെയാണ്? നമുക്കറിയാം, സാറിസ്റ്റ് അവരുടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലെ. അവരുടെ കൊളാപ്സിന് ശേഷം അവിടുത്തെ പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്തത് 1917 നവംബർ 7-ാം തീയതിയാണ്. അതുകൊണ്ടാണ് അവർ ആ ദിവസം സോവിയറ്റ് സോഷ്യലിസ്റ്റ് റവല്യൂഷൻ ഓൺ ഒക്ടോബർ സെലിബ്രേറ്റഡ് എന്നാണ് നവംബർ 7-ന് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നാഷണൽ ആന്തം റിട്ടൺ ബൈ, നമുക്കറിയാവുന്നതാണ്. നമ്മുടെ നാഷണൽ ആന്തം ആരാണ് എഴുതിയത്? രവീന്ദ്രനാഥ് ടാഗോർ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോർഡ് വെല്ലസ്ലി ഗ്രേറ്റ്ലി എക്സ്റ്റെൻഡ് ദ ബ്രിട്ടീഷ് ഡൊമിനിയൻ ഇൻ ഇന്ത്യ ത്രൂ. എങ്ങനെയാണ്? ഇതിനകത്ത് ഏതാണ് ലോർഡ് വെല്ലസ്ലിയുമായിട്ട് ബന്ധപ്പെട്ടത്? നമുക്കറിയാം, ഉത്തരം ഓപ്ഷൻ ബി ആണ്, സബ്സിഡിയറി അലയൻസ് സിസ്റ്റം അല്ലെ. സബ്സിഡിയറി അലയൻസ്, അതായത് ലോർഡ് വെല്ലസ്ലിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അവരുടെ ബ്രിട്ടീഷ് ഡൊമിനിയൻ കുറച്ചും കൂടി ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി സൈനിക സഹായ വ്യവസ്ഥ എന്താണ് മലയാളത്തിൽ പറയുന്നത്? സബ്സിഡിയറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇവര് അതിനകത്ത് ചേരുന്ന രാജ്യങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ അവരുടെ പട്ടാളത്തിന്റെ ഹെൽപ്പും കൂടെ ചെയ്തു കൊടുക്കും. അങ്ങനെ കൊണ്ടുവന്നതാണ് സബ്സിഡിയറി അലയൻസ് സിസ്റ്റം. അത് ബ്രിട്ടീഷിന്റെ ആ ഒരു പ്രവിശ്യ കൂട്ടാൻ വേണ്ടിയായിരുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ആരാണ് കൊണ്ടുവന്നത്? ലോർഡ് വെല്ലസ്ലി ആണ് കൊണ്ടുവന്നത്. ഇപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്, സബ്സിഡിയറി അലയൻസ് സിസ്റ്റം, ലോർഡ് വെല്ലസ്ലി. ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജി സ്റ്റാർട്ടഡ് ദ ഡണ്ടി മാർച്ച്. എന്തിനു വേണ്ടിയാണ് ഡണ്ടി മാർച്ച് സ്റ്റാർട്ട് ചെയ്തത്? ടു ബ്രേക്ക് സോട്ട് ലോസ്, ഉപ്പ് നിയമങ്ങൾ ലംഘിക്കുന്നതിന് വേണ്ടി. Which of the following statement is true about Annie Besant? Annie ബെസന്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? She was the president of International Congress. കറക്റ്റ് അല്ലേ? നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ, ഒരു ആൻസർ ആണത്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയാണ്. ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാന്ന് ചോദിച്ചിരുന്നത് സരോജിനി നായിഡുവാണ്. ഷി വാസ് ദ ഫൗണ്ടർ ഓഫ് ഏഷ്യാറ്റിക് സൊസൈറ്റി ആണോ? അല്ല, ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ഫൗണ്ടർ അല്ല. പക്ഷേ ഷീ ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഫൗണ്ടർ ആണ്. അപ്പൊ ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് ആൻസേഴ്സ്. 1ഉം 3ഉം. Which of the following acts was introduced by the Britishers to remove the shortcomings of the Regulating Act? Regulating Actന് ഒരുപാട് ഷോർട്ട്കമിങ്സ്, ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്
ഉത്തരം ഓപ്ഷൻ എ ആണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഏതാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. രാജഗോപാല ആചാര്യസ് ഫോർമുല വാസ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ? പെബ്ലിസൈറ്റ് ടു മുസ്ലിംസ് വെദർ ദേ ഷുഡ് ഫോം എ സെപ്പറേറ്റ് സ്റ്റേറ്റ്. പ്ലെബിസൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ജനഹിത പരിശോധന നടത്തുക. എന്തിനാണ്? വെദർ ദേ ഷുഡ് ഫോം എ സെപ്പറേറ്റ് സ്റ്റേറ്റ്. അത് മുസ്ലിംസിന് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം, അതിനെക്കുറിച്ച് അവരുടെ ഇടയിൽ തന്നെ ഒരു ജനഹിത പരിശോധന നടത്തുക. ഓക്കെ. സ്വരാജ് പാർട്ടി വാസ് ഫോംഡ് ആഫ്റ്റർ ദ ഫെയിലിയർ ഓഫ്, നമുക്കറിയാം ഏതാണ്? നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹരണ പ്രസ്ഥാനം. എന്താണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണം? അതായത് ചൗരി ചൗരയിൽ നടന്ന സംഭവമായിരുന്നു. 22 പോലീസുകാരൊക്കെ മരിച്ചു. അതായത് ജനങ്ങൾ വയലന്റ് ആവുകയാണ്. അപ്പൊ ഗാന്ധിജി നമുക്ക് നിർത്താം, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അദ്ദേഹം അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇതിനെതിരെ മോട്ടിലാൽ നെഹ്റുവും CR ദാസും ഒക്കെ പ്രതിഷേധിച്ച് അവർ ഫോം ചെയ്ത പാർട്ടിയാണ് ഇത് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഇസ് റോങ്ലി മാച്ച്ഡ്? ഇവരിവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. പക്ഷെ ബർദോളി നമുക്കറിയാം, ബർദോളി സത്യാഗ്രഹ എന്ന് പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. കമ്മ്യൂണൽ അവാർഡ് മക്ഡൊണാൾഡ് അവാർഡാണ്. ഖിലാഫത്ത് മൗലാന അലി ഷൗക്കത്ത് അലിയാണ് ഖിലാഫത്ത് വരുന്നത്. ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത് ഇവര് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡി ആണ്. പക്ഷെ ന്യൂ ഇന്ത്യ ആനി ബസന്റ് ആണെന്നാണ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഒരുപാട് പഴയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചിലപ്പോൾ അവര് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. The first political association in the Bombay presidency was established by, ആരായിരുന്നു? ദാദാബായ് നവറോജി in 1852 ആണ്. അതായത് ബോംബെ പ്രസിഡൻസിയിൽ ആദ്യത്തെ ഒരു പൊളിറ്റിക്കൽ അസോസിയേഷൻ, ഒരു സംഘടന എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. Which pair among the following had the similar views during the national movement? അതായത് നാഷണൽ മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാന ആ ഒരു സമയത്ത് ഒരു സിമിലർ ആയിട്ടുള്ള വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നത് ഈ കൂട്ടത്തിൽ ആർക്കൊക്കെയായിരുന്നു? ചിത്തരഞ്ജൻ ദാസും മോട്ടിലാൽ നെഹ്റു. CR ദാസിനും മോട്ടിലാൽ നെഹ്റു അവരാണ് സ്വരാജ് പാർട്ടി ഒക്കെ ഫോം ചെയ്തത്. ദ പർപ്പസ് ഓഫ് ക്രിസ്പ് മിഷൻ നമുക്കറിയാം, ടു ഗീവ് ഇന്ത്യ ഡോമിനന്റ് സ്റ്റാറ്റസ്, ഇന്ത്യക്ക് ഒരു പുത്രിക പദവി കൊടുക്കുക എന്നതായിരുന്നു ക്രിസ്പ് മിഷന്റെ ഇതെന്ന് പറയുന്നത്. ടു സപ്രസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയിരുന്നോ? അല്ല. ടു ഡിസ്കസ് ദ ഫ്യൂച്ചർ സ്റ്റെപ്പ് ഫോർ ഇന്ത്യ ഓൺ ദ ബേസിസ് ഓഫ് സൈമൺ കമ്മീഷൻ ആയിരുന്നോ? അല്ല. ടു ഗീവ് ഡൊമിനന്റ് സ്റ്റാറ്റസ്, അതായിരുന്നു അവരുടെ പർപ്പസ്. വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ്? ഇതിനകത്ത് ഏതാണ് ക്രോണോളജിക്കൽ ഓർഡർ? ഉത്തരം ഓപ്ഷൻ എ ആണ്. ആദ്യം നടന്നത് മിൻഡോ മോർലി റിഫോംസ്, രണ്ടാമത് നടന്നത് മൊണ്ടേഗ്യൂ ചെംസ്ഫോൾസ്, പിന്നെ നടന്നത് ക്രിസ് മിഷൻ, ലാസ്റ്റ് നടന്നത് ക്യാബിനറ്റ് മിഷൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗദർ പാർട്ടി ഇൻ USA വാസ് ഫോംഡ് ബൈ, ആരായിരുന്നു ഫോം ചെയ്തത്? ലാല ഹർദയാൽ ആണ്. ഇൽബർട്ട് ബില്ല്, ഈ ഇൽബർട്ട് ബില്ല് ഈ സമയത്ത് ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൽബർട്ട് ബിൽ വാസ് പ്രിപ്പയർഡ് ഫോർ അബോളിഷിംഗ് ജുഡീഷ്യൽ ഡിസ്ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റേഷ്യൽ ഡിസ്റ്റിങ്ഷൻ. The bill was vehemently criticized by Europeans living in India. Who was the Governor General at that time? ആ സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് റിപ്പൺ ആയിരുന്നു. അപ്പൊ ഈ ഇൽബർട്ട് ബില്ലിനെ കുറിച്ച് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇൽബർട്ട് ബില്ലിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇൽബർട്ട് ബില്ല് 1883 മാർക്യൂസ് റിപ്പൺ വൈസ്രോയ് ആയിരിക്കുമ്പോഴാണ് ഇൽബർട്ട് ബില്ല് നിലവിൽ വരുന്നത്. വൈസ്രോയ് ആരാണ്? റിപ്പൺ പ്രഭു. ഇമ്പോർട്ടന്റ് ആട്ടോ, റിപ്പൺ പ്രഭു. ഈ ബിൽ എഴുതിയത് സർ കോട്ടിനെ പെരിഗ്രിൻ ഇൽബർട്ട്, അതായത് വൈസ്രോയുടെ കൗൺസിലിലെ ഒരു ലോ മെമ്പർ ആയിരുന്നു ഇൽബർട്ട് എന്ന് പറയുന്ന ഒരാളാണ് ഇത് എഴുതിയത്. ഈ നിയമപ്രകാരം ഇന്ത്യൻ ജഡ്ജിമാർക്ക് യൂറോപ്യൻ പ്രതികളായവരെ വിചാരണ ചെയ്യാൻ സാധിക്കും എന്നതായിരുന്നു ഇത്. സർ CP ഇൽബർട്ടുമായി ലോർഡ് റിപ്പൺ ഈ വിഷയത്തിൽ നിരന്തര ചർച്ചകൾക്ക് വിധേയമായതിന്റെ ഫലമായാണ് ഈ നിയമം മാറ്റാൻ സാധിച്ചത്. ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് റിപ്പൺ പ്രവർത്തിച്ചത്. ഇതിനെ പ്രശസ്തമായ ഇൽബർട്ട് ബിൽ അഥവാ വൈറ്റ് മ്യൂട്ടണി, 1883 ആട്ടോ വൈറ്റ് മ്യൂട്ടണി, ഓർത്തിരിക്കുക. പിന്നീട് ഇത് ഇൽബർട്ട് എന്ന പേരിൽ നാമകരണം ചെയ്തു. ഇദ്ദേഹം കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിയമ ഉപദേശകനായി നിയമിക്കപ്പെട്ടു. മുമ്പ് നിർദ്ദേശിച്ച 2 ബില്ലുകൾ തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് എന്ന നിലയ്ക്ക് അവർ ഈ ബില്ലിനെ മുന്നോട്ട് വച്ചിരുന്നു. എന്നിരുന്നാലും ഈ ബിൽ അവതരിപ്പിക്കുന്ന ബ്രിട്ടനിൽ കുടിയേറ്റക്കാരിൽ നിന്നുള്ള ശക്തമായ എതിർപ്പിന് കാരണമായി. 1884 വളരെ ഗുരുതരമായ അവസ്ഥയിൽ എത്തിച്ചേരാൻ ഇത് കാരണമായി. ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിദ്വേഷ വിവാദം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവൽക്കരണത്തിന് അടുത്ത 2 വർഷങ്ങളിൽ മുൻകരുതലാകുകയും ചെയ്തു. യൂറോപ്യന്മാരുടെ ഇടയിൽ ഇത് ശക്തമായ ഒരു പ്രതിഷേധവും ഉണ്ടാക്കിയിരുന്നു.
ഓക്കെ, അപ്പൊ ഇൽബർട്ട് ബില്ല് 1883 വൈറ്റ് മ്യൂട്ടണി എന്നുകൂടി ഇതിനെ വിളിക്കുന്നുണ്ട്. ലോർഡ് റിപ്പൺ ആയിരുന്നു. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇൽബർട്ട് ബില്ല് പല എക്സാമിനും ചോദിക്കാറ് ഉള്ളതാണ്. ഹിൽബർട്ട് ബില്ല് ഇമ്പോർട്ടന്റ് ആണ്. ലോർഡ് റിപ്പൺ ആണ്. ലോൺ കോൺവാലിസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇതിനകത്ത് ഏതാണ്? സാമിന്ദാരി സിസ്റ്റം ഉണ്ടായിരുന്നു, മഹൽവാരി സിസ്റ്റം ഉണ്ടായിരുന്നു, റൈൻവാരി സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനകത്ത് സാമന്താരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോർഡ് കോൺവാലിസ് ആണ്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്, റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് റിലേറ്റ് ടു എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡയാർക്കിയുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഡയാർക്കി ആയിട്ട് ബന്ധപ്പെട്ട് PSC ഡിഗ്രി മെയിൻസിനും അതുപോലെ തന്നെ പ്രിലിംസിനും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡയാർക്കി ആയിട്ട് ബന്ധപ്പെട്ട് മൊണ്ടേഗു ചെംസ്ഫോർഡ് അവരുടെ കാലത്താണ് അത് വരുന്നത്. ഇരട്ട ഭരണ സംവിധാനം കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകൾക്കായുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ബ്രിട്ടീഷ് ഭരണത്തിന്റെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ ജനാധിപത്യ തത്വത്തിന്റെ ആദ്യ ആമുഖമായാണ് ഇത് അടയാളപ്പെടുത്തി ഇന്ത്യ. വളരെയധികം വിമർശിക്കപ്പെട്ടെങ്കിലും ഇത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റിലെ ഒരു മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ സമ്പൂർണ്ണ പ്രവിശ്യ സ്വയംഭരണത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മുൻഗാമി ആയിരുന്നു. എഡ്വിൻ സാമുവൽ മൊണ്ടഗു, അത് ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. ലോർഡ് ചെംസ്ഫോർഡ് വൈസ്രോയി ആയിരുന്നു. എന്നിവർ ഒരു ഭരണഘടനാ പരിഷ്കാരമായി ഡയാർക്കി അവതരിപ്പിച്ചു. എന്താണ് അത് പറയുന്നത്? ഓരോ പ്രവിശ്യ ഗവൺമെന്റിന്റെയും എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിനെ സ്വേച്ഛാധിപത്യപരവും ജനകീയ ഉത്തരവാദിത്തമുള്ളതുമായ വിഭാഗങ്ങളായി വിഭജിക്കുന്നതായിരുന്നു ഡയാർക്കിയുടെ തത്വം എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമിന് ചോദിക്കുന്നുണ്ട് ഇത്. ആദ്യത്തേത് എക്സിക്യൂട്ടീവ് കൗൺസിലർമാരായിരുന്നു. മുമ്പത്തെ പോലെ കിരീടം നിയമിച്ചു. പ്രവിശ്യ നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്ന് ഗവർണർ തിരഞ്ഞെടുത്ത മന്ത്രിമാരാണ് രണ്ടാമത്തേത്. ഈ പിന്നീടുള്ള മന്ത്രിമാർ ഇന്ത്യക്കാരായിരുന്നു. അപ്പൊ വിവിധ മേഖലകൾ അല്ലെങ്കിൽ ഭരണത്തിന്റെ വിഷയങ്ങൾ കൗൺസിലർമാർക്കും മന്ത്രിമാർക്കും ഇടയിൽ വിഭജിക്കപ്പെട്ടു. എന്താണ് വിവിധ മേഖലകൾ അല്ലെങ്കിൽ ഭരണത്തിന്റെ വിഷയങ്ങൾ? യഥാക്രമം സംവരണം ചെയ്തും കൈമാറ്റം ചെയ്യപ്പെട്ടതുമായ വിഷയങ്ങൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. സംവരണം ചെയ്ത വിഷയങ്ങൾ ക്രമസമാധാനം എന്ന തലക്കെട്ടിൽ വന്നു. നീതി, പോലീസ്, ലാൻഡ്, റവന്യൂ, ജലസേചനം എന്നിവ ഉൾപ്പെടുന്നു. കൈമാറ്റം ചെയ്യപ്പെട്ട വിഷയങ്ങൾ, അതായത് ഇന്ത്യൻ മന്ത്രിമാരുടെ നിയന്ത്രണത്തിൽ ഉള്ളവ, തദ്ദേശ സ്വയംഭരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, പൊതുമരാമത്ത്, കൃഷി, വനം, മത്സ്യബന്ധനം എന്നിവ ഉൾപ്പെടുന്നു. 1935 പ്രവിശ്യ സ്വയംഭരണ അവകാശം നിലവിൽ വന്നതോടെ ഈ സംവിധാനം അവസാനിച്ചു. അപ്പൊ ഈ ഡയാർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ആ സമയത്തുള്ള 2 ഗവർണർമാരുടെ കാര്യം ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡയാർക്കി, ഇരട്ട ഭരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. The British rulers introduced a new system of education in India chiefly because എന്തിനായിരുന്നു? ഒരു പുതിയ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിൽ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയായിരുന്നു? പ്രൊവൈഡ് എ ക്ലാസ് ഓഫ് ഓഫീസ് വർക്കേഴ്സ് ഫോർ ദ കമ്പനി. അവരുടെ കമ്പനിക്ക് വേണ്ടി നല്ല രീതിയിൽ ജോലി എടുക്കാൻ വേണ്ടി നമുക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ക്രിസ്ത്യൻ മിഷണറിമാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നോ? അല്ല. നമുക്ക് സയന്റിഫിക്കും ടെക്നിക്കുമായിട്ടുള്ള ഡെവലപ്മെന്റ്സിന് വേണ്ടിയായിരുന്നോ? അല്ല. ഒരു സെൽഫ് ഗവൺമെന്റിന്റെ കപ്പാസിറ്റിക്ക് വേണ്ടിയായിരുന്നോ? അല്ല. അവരുടെ കമ്പനിക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി. Which of the following was the most immediate factor for the spread of Swadeshi boycott agitation during the first decade of the present century? എന്താണ് ആദ്യമായിട്ട് സ്വദേശി ബഹിഷ്കരണം അങ്ങനെയുള്ള അജിറ്റേഷൻ ഒക്കെ വരാനായ കാരണം എന്താണ്? കേഴ്സൺസ് അറ്റംപ്റ്റ് ടു കൺട്രോൾ യൂണിവേഴ്സിറ്റീസ് ആണോ? അല്ല. കേഴ്സൺ ഡിസൈഡ് ടു curtail the sphere of local സെൽഫ് ഗവൺമെന്റ് ആണോ? അല്ല. എന്താണ്? പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണ്, അല്ലെ? ബംഗാളിന്റെ പാർട്ടീഷൻ ആണ്. അത് ജനങ്ങളെ ഭയങ്കരമായിട്ട് അവര് ഭയങ്കര ഇതിലേക്ക് എത്തുകയും ജനങ്ങള് സ്വദേശി മൂവ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ആരായിരുന്നു അന്നത്തെ ഗവർണർ ജനറൽ? കേഴ്സൺ ആയിരുന്നു, അല്ലെ? അപ്പൊ കേഴ്സന്റെ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണ് അതിന്റെ റീസൺ. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്.
എ ആണ് ആൻസർ. നെഹ്റു, the autocratic power of viceroy would remain. Ambedkar, it will do the greatest harm to the depressed. അദ്ദേഹം ഡിപ്രസ്ഡ് വലിക്കപ്പെട്ടവരുടെ ഇതിനു വേണ്ടിയായിരുന്നല്ലോ അദ്ദേഹം പോരാടിയിരുന്നത്. പിന്നെ ഗാന്ധി നമുക്കറിയാം പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആണ്. സപ്രൂവ് ദ ക്രിയേഷൻ ഓഫ് മോർ ദാൻ വൺ യൂണിയൻ വിൽ ബി. നമുക്ക് ഇതിനകത്ത് ഗാന്ധിയുടെ അത് വെച്ചും അംബേദ്കറിന്റെ അത് വെച്ചും നമുക്ക് കണക്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്തതും മാച്ച് ദ ഫോളോയിങ് ആണ്. ബി ആണ് ആൻസർ. മോർലി മിന്റോ റിഫോംസ് അല്ലെങ്കിൽ മിന്റോ മോർലി റിഫോംസ് ഏതാണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രോഡ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഡയാർക്കി ആണെന്ന് നമുക്കറിയാം. സി ഏതാ? റിഫോം ആക്ട് ഓഫ് 1935. പ്രൊവിഷണൽ ചെംസ്ഫോർഡ് ഓട്ടോണമി. ക്രിപ്സ് എന്താ? പ്രൊവിഷൻ ഫോർ പ്രൊപ്പോസൽസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ്. അടുത്തത് നമുക്കറിയാവുന്നതാണ് മദൻ മോഹൻ മാലവ്യ, ഹിന്ദു മഹാസഭ. സോഹൻ സിംഗ് ഭക്ന ഏതാണ്? ഗദർ പാർട്ടി. ആനി ബസന്റ്, തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ. രാജഗോപാലാചാരി, സ്വതന്ത്ര പാർട്ടി. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്തത് ദ സാമന്താരി സെറ്റിൽമെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് കോൺവാലിസ്. ഇപ്പൊ നമ്മൾ കണ്ടതാണ്, കറക്റ്റ് ആണ്. The British decided to create a landed class in India for support. ആണല്ലോ, അവരുടെ ഒരു ഇതിനു വേണ്ടി ആയിരുന്നു. അപ്പൊ എന്താണ്? രണ്ടും കറക്റ്റ് ആണ് അല്ലെ? ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. കറക്റ്റ് ആണ്. In the 19th century, India became a victim of colonialism. Reason: Industrial Revolution resulted in the need for more and more markets. ഇതിനകത്ത് എന്താ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ ഫോൾസ് ആണ്, പക്ഷെ 6 ട്രൂ ആണ് അല്ലെ? അതായത് ഇന്ത്യ ഒരു വിക്ടിമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കോളനിസത്തിന്റെ. പക്ഷെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ മാർക്കറ്റ്സ്, നമുക്കറിയാം ഇംഗ്ലണ്ടിലാണ് ഇത് വരുന്നത്. അവർക്ക് എന്താണ്? അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ കൂടുതൽ മാർക്കറ്റ്സ് അവർക്ക് ആവശ്യമായിട്ട് വന്നു. ബ്രഹ്മ സമാജ് വാസ് ഫൗണ്ടഡ് ബൈ, നമുക്കറിയാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, രാജാറാം മോഹൻ റോയ്. ദ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ, നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, സാർ വില്യം ജോൺസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻട്രൊഡ്യൂസ്ഡ് എ മെഷർ ഓഫ് പ്രൊവിഷണൽ ഓട്ടോണമി? ഇപ്പൊ നമ്മൾ കണ്ടതുള്ളൂ പ്രൊവിഷണൽ ഓട്ടോണമി ഏതാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സ്വരാജ് as a national demand was first made by. സ്വാതന്ത്ര്യം, അതിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് എന്താണ്? ബാല ഗംഗാധര തിലകാണ്, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. Moderates and extremists of the International Congress differed mainly on the issue. അവരുടെ ഒരു ഇത് വന്നത് എങ്ങനെയായിരുന്നു? മോഡറേറ്റ്സുകളുടെ എക്സ്ട്രീമുകളുടെയും ഇന്റർനാഷണൽ കോൺഗ്രസിനിടയ്ക്ക്. അതിന്റെ മെയിൻ റീസൺ സ്വരാജ് ആയിരുന്നു, സ്വാതന്ത്ര്യവുമായിട്ട് ഇതായിരുന്നു. The Brahmo Samaj is based on the principle of, നമുക്കറിയാം, മോണോതീസം, ഏകദൈവ വിശ്വാസം. The system of diarchy ഇപ്പൊ നമ്മൾ കണ്ടതാണ്, മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോ ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും PSC ഇപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ UPSCയുടെ പഴയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ചും ഡിഗ്രിയുടെ പ്രിലിംസിനും മെയിൻസിനും ഒക്കെ നല്ല രീതി. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒരു 10th ലെവലിലാണെങ്കിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ പഴയത് തൊട്ട് പ്രാക്ടീസ് ചെയ്ത് പുതിയതിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും. ഡിഗ്രിയുടെ പ്രിലിംസിനും മെയിൻസിനും ഒക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് എടുക്കുന്ന ഒരു സോഴ്സ് ആണ്. പല രീതിയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത്രയും നമുക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.